എറണാകുളത്ത് പോയി ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പൊ കോഴിക്കോട് വന്നതിനെ കൊണ്ട് അതും ഒഴിവാക്കി കിട്ടി. ഇത് ഒന്ന് ചീകി കാണിച്ച ആൾക്കാർക്ക് സംശയമുണ്ട്, മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി ചീകാൻ പറ്റുമോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് കാലിക്കറ്റാണ്. ഓക്കെ, കാലിക്കറ്റിൽ ഞാൻ സർജറി ചെയ്ത് ക്ലിനിക്ക് ഓപ്പൺ ചെയ്തു. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുഖേന ഒരാളെങ്കിലും രക്ഷപ്പെടുക, അല്ലെങ്കിൽ അവരുടെ മനസ്സിലല്ല അവരുടെ ഒരു സന്തോഷം പങ്കിടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ട്രാൻസ്പ്ലാന്റ് ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചാനൽ തുടങ്ങാൻ തന്നെ ഉദ്ദേശം എന്താണ്, ആൾക്കാർക്ക് സഹായിക്കുക എന്നൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. ഞാനിവിടെ വന്നപ്പോൾ ഒരു വ്യക്തി ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരുപാട് ചിരിച്ച് സംസാരിച്ചു, നന്ദി പറഞ്ഞു. നോക്കുമ്പോൾ കാരണം എന്താണ്, അദ്ദേഹം തലയിൽ നല്ല മുടിയുണ്ട്. കഷണ്ടി ആയിരുന്നൊരു വ്യക്തി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, മുടി വന്നു. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഇല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ ആ ഒരു സന്തോഷം എന്തെങ്കിലും മനസ്സിലുണ്ട്. എന്തായാലും ആ വ്യക്തിയെ നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുക. യെസ്, ഷിജിൽ ബ്രോ, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഓക്കെ, ഇദ്ദേഹം ഷിജിൽ എന്നാണ്, കാലിക്കറ്റ് സ്വദേശിയാണ്. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കൊള്ളുന്നത്. എൻ്റെ പേര് ഷിജിൽ, ഞാൻ കോഴിക്കോട് ഉള്ളേരി എന്ന സ്ഥലത്താണ് വരുന്നത്. ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് എറണാകുളത്ത് നിന്നാണ്. ഓക്കെ, ഇപ്പോൾ 2 വർഷമായി. 2022 ഒക്ടോബർ 18 ചെയ്തത്. 2800 ഗ്രാഫ്റ്റാണ് ചെയ്തത്. ഓക്കെ, 2 വർഷം അല്ലേ? 2 വർഷം. ഓക്കെ, കാലിക്കറ്റ് ഉള്ളേരി. അതെവിടെയാണ്? ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ. ഓക്കെ ഓക്കെ, ഏത് റൂട്ടാണ്? കുറ്റിയാട് റൂട്ട്. കുറ്റിയാട്. ഓക്കെ, എന്താ ജോലി ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ? വർക്കാണ്. ടൈൽസിന് വർക്കാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനിയിപ്പോ PRP ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ സത്യമായിട്ടാണ് ഞാൻ നേരിട്ട് വന്നത്. അപ്പോൾ ഇതുവരെ ഫോണിൽ കൂടുതൽ ബന്ധമുള്ളായിരുന്നു, ഞാൻ നേരിട്ട് കണ്ടത്. അപ്പോൾ സത്യമായിട്ടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ട്രാൻസ്പ്ലാന്റിലേക്ക് ഇറങ്ങിയത്. മെയിനായിട്ട് സാജിൻ സൂര്യ ആക്ടറെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇയാളാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. മറ്റേയാളെ തീരെ പരിചയമില്ലാത്ത ആളാണ്. ഇതിപ്പോൾ ചില സീരിയലിലും സിനിമയിൽ കൂടി കാണുന്ന ആൾക്കാരെ കണ്ടപ്പോൾ നമുക്കെന്താ പറയുക, മുടി ഇല്ലാത്ത ഒരാൾ മുടി വന്നതെന്നുള്ളത് അത് കണ്ടപ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നി. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ സാജൻ ചേട്ടൻ ഒരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾക്ക്. എന്തായാലും സാജൻ ചേട്ടൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഒരു 10 മിനിറ്റ് ആയിരുന്നു, പുള്ളി ഇവിടെ വരും. സിക്സിലൂടെ ഞാൻ പറഞ്ഞു, അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. 1 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാണ്. സാജൻ ചേട്ടൻ വേറെ പ്രോഗ്രാം വേണ്ടി കാലിക്കറ്റ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇപ്പോൾ ക്ലിനിക്കിലോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനോട് പറഞ്ഞ പോലെ സോ സാജൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷണ്ടിക്കാട് ഹാരമാണെന്ന് പറയാൻ. നമ്മൾ അവരാ മുടിയില്ലാത്ത വീഡിയോ കണ്ടപ്പോൾ മുടിയുള്ള വീഡിയോ കാണുമ്പോൾ അപ്പൊ നേരിട്ട് കാണാൻ നമ്മൾ പറയുന്ന പോലെ ഒരു സെലിബ്രിറ്റി വന്നിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആ വീഡിയോ തന്നെ മുടി വരുമോന്ന് പുള്ളിക്ക് അറിയില്ല. പക്ഷെ പുള്ളി പറഞ്ഞു ഞാൻ സർജറി ചെയ്തിട്ടുണ്ട്, 1 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഒരു പുതിയ വീഡിയോ തരും. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ പുള്ളി വീണ്ടും തരികയും ചെയ്തു. അത് തല നിറച്ച് മുടിയായിട്ട്. അതാണ് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ചെയ്താൽ മുടി വരും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. ഓക്കെ ഓക്കെ. നാട്ടുകാരൊക്കെ വീട്ടുകാരൊക്കെ എന്തായാലും ആദ്യ അഭിപ്രായം എന്തായാലും ഇപ്പൊ എങ്ങനെയാണ് വെച്ചാൽ എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. വീട്ടിൽ അച്ഛനായാലും അമ്മയ്ക്കാരൊക്കെ ചെയ്താൽ പറഞ്ഞ് വിഷം പേര്. അപ്പൊ വീട്ടിൽ നാട്ടിലുള്ള 2 ആൾക്കാർ ചെയ്തവർക്ക് അഭിപ്രായമൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ എന്തായാലും ചെയ്യുന്നുള്ളൊരു അതിപ്പോ ഞാൻ സർജറി ചെയ്യാൻ പോകുമ്പോഴും എന്റെ നാട്ടിലെ ആൾക്കാർ പറഞ്ഞിട്ട് അയ്യോ ജീവിതകാലം മുഴുവൻ തലവേദന വരും, കുട്ടികൾ ഉണ്ടാകത്തില്ല. എന്റെ അടുത്ത് പറഞ്ഞാണ് കുട്ടികള്, എന്റെ ചെറിയ കുട്ടിക്ക് 5 മാസം ആയതുള്ളൂ. അപ്പൊ കുട്ടികൾ ഉണ്ടാവുന്ന ഉറപ്പായി. അപ്പൊ ഇതൊക്കെ മിഥ്യാധാരണകളാണ്. നമ്മളെ നാട്ടിൽ അതിൽ ആൾക്കാർ അവർക്ക് അറിയാത്തോണ്ട് പറയും. പക്ഷെ നമ്മളെ നാട്ടിൽ ഒരു സംഭവം ഫ്രീ ആയിട്ട് കിട്ടും. അഭിപ്രായം കാശ് കൊടുക്കണം, ആൾക്കാർ അഭിപ്രായം പറയും. ശരിയല്ലേ? തീർച്ചയായും. അവരുടെ കാര്യം മുടിയുള്ള ആൾക്കാരായി പറയാം. മുടിയുള്ള ആൾക്കാർ പറയും. മുടിയില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവും. മുടിയില്ലാത്ത ഒരു കാരണം മുസ്ലിം പറയില്ല. അത് എന്നോട് എപ്പോഴും ചോദിക്കണ്ടേ, ആ ജീവിതാന്ത വിഷയം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂലേ, അങ്ങനെ തന്നെയാ ചോദിക്കുന്നത്. അതപ്പോ ഞാൻ പറയും ഇങ്ങനെ ഇന്നിപ്പോ താഴെ റൂമിലിരിക്കും ഒരാൾ ചോദിച്ചു മെഡിക്കൽ കോളേജിന് എടുത്തല്ലോ വേദന ഉണ്ടാകുമോ, പിന്നെ എത്ര ടൈം എടുക്കും, അവർക്ക് ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ സംഭവം നിങ്ങളെ റൂമിൽ ഇരിക്കുന്നുണ്ടാവും. അത് ശരി, കണ്ടത് അങ്ങനെയാ ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ ആകെയുള്ള എറണാകുളത്ത് പോയി ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പൊ കോഴിക്കോട് വന്നതിനെ കൊണ്ട് അതും ഒഴിവാക്കി കിട്ടി. അത് ഭയങ്കര സംഭവം. അല്ല മലബാറിലെ കുറെ ആൾക്കാരാണ്. പക്ഷെ മലപ്പുറം പാലക്കാട് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും, കാസർഗോഡ് ഇങ്ങോട്ടുള്ള ആൾക്കാർ രാവിലെ എറണാകുളത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഭയങ്കര ഡബിൾ ഹാപ്പി ആണല്ലേ? ഇപ്പം വരാൻ നമുക്ക് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് അവിടെ എത്തി. കാലിക്കറ്റ് തീർച്ചയായിട്ടും നല്ല ഒരു എന്താ പറയുക, ആൾക്കാർ ഭയങ്കര ഹോപ്പോടെ വെയിറ്റ് ചെയ്യാണ്. കുറെ ആൾക്ക് സർജറി ബുക്ക് ചെയ്തിട്ട് കുറെ ആൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം കൊച്ചിയിൽ അതേ ടീമാണ് ഇവിടെ കാലിക്കറ്റിൽ. കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ് 3 ഡോക്ടേഴ്സ് ഉണ്ട്. ആ ടീമാണ് ഉള്ളത്. എന്തായാലും ഹാപ്പിയാണ്. ഷിജിൽ ബ്രോയുടെ റിസൾട്ട്സ് നിങ്ങൾ കണ്ടു. ഐ തിങ്ക് സൈഡ് ലോക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ 2 സൈഡ് ലോക്കും ഫ്രണ്ട് കംപ്ലീറ്റ് ക്രൗണിയർ ചെറിയൊരു ഫില്ലിംഗ് കൊടുത്തിട്ടുള്ളൂ. ക്രൗണിയർ ചെറിയൊരു ഫില്ലിംഗ് ആണ് ആവശ്യമുണ്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഫ്രണ്ട് അടിപൊളി റിസൾട്ടാണ്. ഇത് ഒന്ന് ചീകി കാണിച്ച ആൾക്കാർക്ക് സംശയമുണ്ട്, മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി ചീകാൻ പറ്റുമോ, എങ്ങനെ ഏത് സ്റ്റൈൽ കൊണ്ട് ചെയ്യാട്ടോ. പുള്ളി മുകളിലോട്ട് ചെയ്യാണ്, ഈ സൈഡിലോട്ട് ചെയ്യാം. അടിപൊളി, അതെ, ഒരു പുതിയ ലുക്ക് ആയിട്ടുണ്ട്. ആ ഒരു സ്റ്റൈല് വേറെയാണ്. അപ്പൊ ഹാപ്പിയാണ് അല്ലെ? ലൈഫിൽ ഒരു പുതിയൊരു ഇന്നിങ്സ് എന്ന് പറയാം അല്ലെ?
എന്നാലും ട്രാൻസ്പ്ലാന്റ് സഫാരി ചാനൽ എപ്പോഴും സ്ഥിരം കാണാറുണ്ട്. നേരത്തെ രാവിലെ ഇൻസ്റ്റാഗ്രാം കാണാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വീഡിയോ യൂട്യൂബിൽ കൊടുക്കണോ അങ്ങനെ? നമ്മളന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഒക്കെ ചെയ്യാം. റിസൾട്ട് ഇങ്ങനെ നമ്മൾ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫോണിലൂടെ നല്ല ബന്ധമാണ്, ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ആക്റ്റീവ് ആണ്. എന്തായാലും ഒരുപാട് വർഷങ്ങൾ ഈ റിസൾട്ട് നിലനിൽക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ കൊണ്ട് കുറെ യങ്സ്റ്റേഴ്സ് ഇൻസ്പിറേഷൻ ആവട്ടെ അല്ലേ. താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് എസ് എ വീഡിയോ. ഹെഡ് ഓൺ സഫാരിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് കാണുക. ഒരുപാട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട്. എങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, എന്താ റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സുകൾ നിങ്ങൾ ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ചാനൽ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ കാര്യങ്ങളും അതിൻ്റെ എൻസൈക്ലോപീഡിയ ആണെന്ന് പറയാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ. Thank you.